السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضا الله. സഹോദരങ്ങളെ, അൽഹിജ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും അനുസരിച്ച് പ്രവർത്തിക്കാൻ നാം എല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകാൻ കഴിയട്ടെ. ഞാൻ ആദ്യമായി കാണിക്കുന്നത് നമ്മുടെ അലവി സഖാഫിയുടെ ഒരു മുഖാമുഖ നാടകമാണ്. നാടകമെന്ന് ഞാൻ പറയാനുള്ള കാരണം, നേരത്തെ ഉത്തരം തയ്യാറാക്കി വന്ന് കിതാബ് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മുസ്ലിയാർ തലപ്പാവൊക്കെ മാറ്റി വെച്ചിട്ട് മുസ്ലിയാരല്ല ചോദിക്കുന്നത് എന്ന് കാണുന്നവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അദ്ദേഹം ആദ്യം ചോദിക്കാം. ചോദിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ നേരത്തെ തയ്യാറായി വന്നതാണല്ലോ അലവി സഖാഫി ഇതിന് മറുപടി പറയുന്നുണ്ട്. ആദ്യം നമുക്ക് ആ ചോദ്യം ഒന്ന് കേൾക്കാം. ചോദ്യം, ജനാസ വഹിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ദിക്ർ ചൊല്ലിപ്പോകുന്നതിനെ സംബന്ധിച്ച് ആ ചോദ്യം ഒന്ന് കേൾക്കാൻ അലവി സഖാഫി അതിന് മറുപടിയും പറയട്ടെ. അതിൻ്റെ ശേഷം കിതാബിൽ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് പരിശോധിക്കാം. ജനാസ കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചെല്ലുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ സാധാരണ ദിക്ർ ചെല്ലാറുണ്ട്. പക്ഷേ മുജാഹിദാർ അതിന് എതിർക്കാറുണ്ട്. അവർ നമ്മളെ മൊയ്‌ദീൻ ഉസ്താദ് ഇപ്പോൾ ഒരു അദ്കാർ, ഇമാം നവീൻ്റെ അദ്കാറിലുള്ള ഗ്രന്ഥം ഉദ്ധരണി അവർ പറയാറുണ്ട്. അതെല്ലാം അന്ന സവാബൽ മുഖ്താറ മാ കാന അലൈഹി സലഫു റളിയല്ലാഹു അൻഹു അസ്സുക്കൂതു ഫി ഹാലി സീറുമാ ജനാസ. അതെ, പറയാം ഇതാ കേട്ടോളെ. അദ്കാറാണിത്. 172 പേജിൽ നിങ്ങൾ ആ വായിച്ച ഇബാറത്തിലുള്ളത് എന്താ? ബാബുമാ യഖൂലുഹുൽ മാശി മഅൽ ജനാസ. ഇതിൽ പറയുന്നത് എന്താ? ജനാസന്റെ കൂടെ വഹാബി പറയുന്നത് എന്താ? ജനാസന്റെ കൂടെ പോകുന്നവർ ദിക്ർ ചൊല്ലേണ്ടതില്ല എന്നാ പറയുന്നത്. എന്നാ ഇതിൽ പറയുന്നത് ഇമാം നവവി എന്താ? ബാബുമാ യഖൂലുഹുൽ മാശി മഅൽ ജനാസ. ജനാസയോട് കൂടെ നടക്കുന്ന ആളുകൾ പറയേണ്ടത്, ചൊല്ലേണ്ടത് എന്താണ് എന്നാണ് ഈ അധ്യായത്തിന്റെ പേര് തന്നെ. എന്നിട്ട് ഇമാം നവവി റഹിമഹുല്ല പറയുന്നു, യുസ്തഹബ്ബു ലഹു, മയ്യത്തിന്റെ കൂടെ ജനാസന്റെ കൂടെ നടക്കുന്നവന് സുന്നത്താണ് അയ്യകൂന, അവനാവൽ. എന്താവൽ? മുസ്തഖിലൻ ബിദിക്രില്ലാഹി തആല, അല്ലാഹുവിന് ദിക്ർ ചൊല്ലല് കൊണ്ട് ജോലിയാവണം. അപ്പൊ മയ്യത്തിന്റെ കൂടെ നടക്കുന്നവൻ എന്തു ചെയ്യണം? ദിക്ർ ചൊല്ലി നടക്കണം എന്നാ പറയുന്നത്. ദിക്ർ ചൊല്ലണ്ടെന്നല്ല, ദിക്ർ ചൊല്ലണം, ദിക്ർ കൊണ്ട് ജോലിയാവണം. വൽ ഫിക്രി ഫീമാ യൽഖാഹുൽ മയ്യിത്ത്, മയ്യത്തിന് ഇനി മയ്യത്ത് ഖബറിലേക്ക് വെക്കാൻ പോവാണ്. അപ്പൊ മയ്യത്തിന് കണ്ടുമുട്ടാൻ പോകുന്ന വിഷയത്തിൽ ദിക്റും ഫിക്റും വേണം, ചിന്തയും വേണം. വമാ യകൂനു മസീറഹു വഹാസില മാ കാന ഫീഹി, അവൻ ചെന്ന് വീഴുന്ന, അവൻ ചെല്ലാൻ പോകുന്ന അവന്റെ ബർസഖി ജീവിതത്തെ കുറിച്ചുള്ള ചിന്തയും വേണം. അപ്പൊ ആ ചിന്തയും വേണം, ദിക്റും വേണം. ഇത് സുന്നത്താണ് എന്നാണ് ഇമാം നവവി റഹിമഹുല്ല പറയുന്നത്. വേണ്ടാന്നല്ല, വേണം എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളാ പറഞ്ഞൊരു സംഗതി അത് ഇതിലുണ്ട്. അതെന്താ? വഅലം അന്ന സ്വവാബൽ മുഖ്താറ മാ കാന അലൈഹി സലഫു റളിയല്ലാഹു അൻഹും, മഹാത്മാക്കളായ സലഫുകൾ നിലകൊണ്ട ഒരു നിലപാടുണ്ട്. അതാണ് ശരിയായ നിലപാട്. അതെന്താ? അസ്സുകൂത ഫീ ഹാലി സൈരി മഅൽ ജനാസ, ജനാസന്റെ കൂടെ നടക്കുന്ന സന്ദർഭത്തിൽ സുകൂത്ത് വേണം. ഈ സുകൂത്തിന്റെ അർത്ഥം എന്താ? ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാ, ഫലാ യുർഫഉ സൗതുൻ ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ വലാ ഗൈരി ദാലിക. അവന്റെ ആ മയ്യത്തിന്റെ കൂടെ ഇങ്ങനെ പോകുമ്പോ അവൻ അമിതമായ ശബ്ദമുയർത്താൻ പാടില്ല, അല്ലാതെ ദിക്ർ ചൊല്ലണ്ടെന്നല്ല. ബഹുമാനപ്പെട്ട ഇമാം നവവി തന്നെ തന്റെ കിതാബുൽ മിൻഹാജിൽ പറയുന്നത് വയുക്റഹു ലഗത്തുൻ എന്നാണ്. ലഗത്ത് എന്ന് പറഞ്ഞാൽ ബഹളം വെക്കുക. അപ്പൊ നമ്മൾ മുദ്രാവാക്യം വിളിച്ചപ്പോ ഇവിടെ കണ്ടില്ല കുറച്ച് ബഹളം വെക്കൽ. ഇതുപോലെ ഒരു പ്രസംഗം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ബഹളം വെക്കുക, കുതുകുലം, 5-8 ആളുകൾ ഒന്നിച്ചു വന്ന് കുതുകുലം ഉണ്ടാക്കുക. ഇത് പാടില്ല. മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഈ ബഹളം വെച്ചതുപോലെ ബഹളം വെക്കാൻ പാടില്ല.
നമുക്ക് നല്ലൊരു ഉദാഹരണമായി. ഇങ്ങനെ വെക്കാൻ പാടില്ല. മയ്യത്ത് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബഹളം വെക്ക്, ഇത് ചെയ്യരുത്. പിന്നെന്താണ്? വളരെ ശാന്തമായ ദിക്റ് ചെല്ലണം. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ചെല്ലണ ദിക്റും അങ്ങനെ തന്നെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ദിക്റ് ഇങ്ങനെ കേട്ടാൽ തന്നെ നമ്മളിങ്ങനെ മരണത്തിലേക്ക് പോവുകയാണോ എന്ന് തോന്നിപ്പോകും. ഇങ്ങനെയാണ് ദിക്റ് ചൊല്ലേണ്ടത്. ഫലാ യുർഫഉ സൗത്തുൻ, ശബ്ദം അമിതമായി ഉയർത്താൻ പാടില്ല. ജനാസ വഹിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് ചൊല്ലിട്ടാ പോവാ. അത് പാടില്ല. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്കാറിലത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വഹാബികളൊക്കെ പറയുന്നുണ്ട്. എന്താണ് അതിന്റെ വിവരണം? അതിന്റെ നിജസ്ഥിതി എന്താണ് എന്നതാണ് ചോദ്യത്തിന്റെ ചുരുക്കം. അറബി അതിന് നേരത്തെ തയ്യാറാക്കി വന്ന ഉത്തരം പറയുന്നത് നമ്മൾ കേട്ടത്. ബാബമാ യഖൂലുൽ മാഷി മാൽ ജനാസ. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്കാറിൽ പറയുന്നത് ഇങ്ങനെയാണ്: ബാബുമാ യഖൂലുൽ മാഷി മഹൽ ജനാസ. ഞാൻ അദ്കാറിൽ നിന്നാണ് വായിക്കുന്നത്. ബാബുമാ ഒന്ന് സംബന്ധമായിട്ടുള്ള ബാബ് യഖൂലുഹു ആ ഒന്ന് പറയുന്നു അൽ മാഷി നടക്കുന്നവൻ മഹൽ ജനാസത്തി ജനാസയോടൊപ്പം. ജനാസയോടൊപ്പം നടക്കുന്നവൻ പറയണം എന്നാണ് നബിമാം പറയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്. ജനാസയോടൊപ്പം നടക്കുന്നവൻ എന്ത് പറയുന്നു, ആ പറയുന്നതിനെ സംബന്ധിച്ച് എന്താണ് മതത്തിന്റെ കാഴ്ചപ്പാട് എന്നാ പറയുന്നത്. പിന്നീട് നബിമാം ഇന്നത് പറയണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്ത് പറയണം, ഇന്നതാണ് പറയേണ്ടത് എന്ന് പഠിപ്പിക്കല്ല, പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. പറയുന്നത് യുസ്തഹബ്ബു ലഹു, ജനാസയോടൊപ്പം നടക്കുന്നവന് സുന്നത്താക്കപ്പെടുമ്പോൾ യകൂന മുസ്തഖിലൻ ബിദിക്രില്ല, അള്ളാഹുവിന്റെ ദിക്റ് കൊണ്ട് അവൻ ശുഗലാവണമെന്ന. അള്ളാഹുവിന്റെ ദിക്റ് എന്ന് പറഞ്ഞാൽ ദിക്റ് ചൊല്ലാൻ ഞങ്ങൾ പറഞ്ഞത്. എവിടെ നിങ്ങൾക്ക് ചൊല്ലൽ കിട്ടിയത്? ദിക്റ് എന്ന് പറഞ്ഞാൽ സ്മരിക്കുക, ഓർക്കുക എന്നാണ്. ദിക്റ് ചൊല്ലുന്ന സമയത്ത് സാധാരണ നമ്മൾ ദിക്റ് ചൊല്ലാന്ന് പറയുന്നുണ്ട്. അത് മനസ്സിലാ ദിക്റ് വേണ്ടത്. അതോടൊപ്പം നാവ് ദിക്റ് കൊണ്ട് നനഞ്ഞിരിക്കണമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പം നാവ് ചലിപ്പിക്കാം, ശബ്ദം ഉയർത്താതെ മനുഷ്യൻ ചിന്തിച്ചു കൊണ്ടുപോകണം. മുസ്തഖിലൻ ബിദിക്രില്ല, അള്ളാഹുവിന്റെ ദിക്റ് കൊണ്ട് ശോലാപണമെന്നാണ്. അതുപോലെ തന്നെ വൽ ഫിക്രി, ചിന്ത കൊണ്ട് ശോലാപണമെന്നാണ്. ഫീമാ യൽഖാവുൽ മയ്യത്ത് അഭിമുഖീകരിക്കാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വമാ യകൂനു മസീറുഹു വആസിറു മാ കാന ഫീഹി, അവൻ ചെല്ലാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും അവൻ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തയും ഓർമ്മയും കൊണ്ടാണ് ജനാസന്റെ കൂടെ നടക്കേണ്ടതെന്നാണ്. ഇത് ദുന്യാവിന്റെ അവസാനമാണ്. എന്നിട്ട് പറയാം അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളോ ഒന്നും പാടില്ല, അത് സൂക്ഷിക്കണം. കാരണം ഇത് ദിക്റിന്റെയും ഫിക്റിന്റെയും വഖത്താണ്. അതിൽ ഗഫലത്ത്, അശ്രദ്ധയും അതുപോലെ തന്നെ അനാവശ്യമായ സംസാരങ്ങളൊന്നും പാടില്ല. ഫൈനൽ കലാമ ബിമാ ലാ ഫായിദത ഫീഹി മൻഹിയ്യുൻ ഫീ ജമീഇൽ അഅ്മാലി ഫകൈഫ ഫീ ഹാദൽ ഹാൽ. നാട്ടുവർത്തമാനങ്ങളോ ഒന്നും പാടില്ല. അതുപോലെ വേണ്ടാത്ത സംസാരങ്ങളൊന്നും ഒരു സമയത്തും പാടില്ലാത്തതാണ്. അപ്പോൾ ജനാസന്റെ കൂടെ കൊണ്ടുപോകാൻ പ്രത്യേകം പാടില്ല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന വായലം നീ അറിയണം, അന്ന സവാബൽ മുഖ്താറ മാ കാന അലൈഹി സലഫു റളിയല്ലാഹു അൻഹു, പ്രബലമായിട്ടുള്ള വീക്ഷണം, ശരിയായ നിലപാട്, സലഫുകളായിട്ടുള്ള ആളുകളൊക്കെ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? അസ്സുകൂത്ത് ഫി ഹാലിസൈ മാൽ ജനാസ, ജനാസയോടൊപ്പം നടന്നു പോകുമ്പോൾ മൗനമായി പോയതാണ്. സുക്കൂത്ത് എന്ന് പറഞ്ഞാൽ മൗനം എന്നാണ്. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് ഉച്ചത്തിൽ ചൊല്ലിയാൽ, മറ്റുള്ളവർ കേൾക്കുന്ന ശബ്ദത്തിൽ ചൊല്ലിയാൽ അവിടെ മൗനം എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഫലാ യുർഫഉ എന്നതിന് ഫലാ യുർഫഉ സൗത്തും ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ വലാ ഗൈരി ദാലിക,
ദിക്റ് കൊണ്ടോ ഖുർആൻ പാരായണം കൊണ്ടോ മറ്റുള്ളത് കൊണ്ടോ ശബ്ദം ഉയർത്തരുത് എന്ന് പറഞ്ഞതിന് അലബി സഖാഫി പറഞ്ഞത് ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കരുത് എന്നാ. ശബ്ദ കോലാഹലങ്ങളല്ല, നിങ്ങൾ ചൊല്ലിയ ആ ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എവിടെ മുസ്ലിയാരെ സുക്കൂത്ത്? സ്വഹാബത്തിന്റെ നിലപാട് അസുക്കൂത്തു ഫി ഹാലി സൈരിമാൽ ജനാസ, ജനാസ വഹിച്ചു പോകുമ്പോൾ മൗനമായി പോവണം, മൗനമായി പോവണം എന്ന് പറഞ്ഞതിനെതിരല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചത്തിൽ ചൊല്ലിയാൽ? അപ്പം മൗനമായി പോവണമെങ്കിൽ ആരും മറ്റുള്ളവർ കേൾക്കത്തക്ക വിധത്തിൽ ശബ്ദം പുറത്തേക്ക് വരാൻ പാടില്ല, അപ്പോഴേ മൗനമാവും. ഫലാ യുർഫഉ സൗത്തുൻ ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ വലാ ഗൈരി ദാലിക്, ഖുർആൻ കൊണ്ടോ ദിക്ർ കൊണ്ടോ മറ്റുള്ളത് കൊണ്ടോ ശബ്ദം ഉയർത്തപ്പെടാൻ പാടില്ല. വൽ ഹിക്മത്തു ഫീഹി ളാഹിറത്തു, അങ്ങനെ മൗനമായി പോകണമെന്ന് പറഞ്ഞതിൽ യുക്തി വളരെ വ്യക്തമാണ്. വയ്യ അന്നഹു അസ്കനുൽ ഖദ്രിഹി വഅജ്മഉ ലിഫിക്രിഹി, അവന്റെ മനസ്സിന് അടക്കവും അവന്റെ ചിന്തയെ ഒരുമിച്ച് കൂട്ടാനൊക്കെ ആവശ്യം മൗനമായി പോവലാണ്. ഫീമാ യതഅല്ലഖു ബിൽ ജനാസതി വഹുവ അൽ മത്ലൂബു ഫീ ഹാദൽ, ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവന്റെ ചിന്തയും അവന്റെ മനസ്സിനെയും ഒരുമിച്ച് നിർത്തണമെങ്കിൽ മൗനമായി പോവുകയാണ് വേണ്ടത് എന്നാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്കാറിൽ പറഞ്ഞിട്ടുള്ളത്. ഫഹാദാ ഹുവൽ ഹഖ്, ഈ പറഞ്ഞതാണ് യാഥാർത്ഥ്യം. വലാ തഗ്തറ ബികസ്റത്തി മൻ യുഖാലിഫഹു, ഞാൻ ഈ പറഞ്ഞതിന് എതിര് പറയുന്ന ആളുകളെ കണ്ട് നീ വഞ്ചിതനായി പോകണ്ട എന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പം ജനാസ വഹിച്ചു പോകുന്ന സമയത്ത് ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ്, ദിക്ർ ചൊല്ലരുത് എന്ന് അല്ല എന്ന് അലബി പറയുന്നത് അദ്കാർ എന്ന കിതാബിന് വളച്ചൊടിച്ചുകൊണ്ടാണ്. അദ്കാറിൽ കൃത്യമായി പറഞ്ഞു, വഅലം അന്നൽ മുഖ്താറ സ്വവാബ മാ കാന അലൈഹി സലഫ്, സലഫുകളായിരുന്ന രീതി അത് അസ്സുക്കൂത്തു ഫി ഹാലി സൈർ, ജനാസയോടൊപ്പം നടക്കുമ്പോൾ ശബ്ദം ഉയർത്താതെ മൗനമായി പോവുക എന്നതാണ് സ്വഹാബത്തിന്റെ നിലപാട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് കാനൂ യക്റഹൂന റഫ്അ സൗതി ഇന്ദ സലാത്തി, 3 സന്ദർഭങ്ങളിൽ അവർ ശബ്ദം ഉയർത്തൽ വെറുത്തിരുന്നു എന്നാണ്. ഒന്നാമത്തത് ഇന്ദ ദിക്രി, ദിക്ർ ചൊല്ലുന്ന സമയത്ത് സ്വഹാബാക്കൾ ദിക്ർ ചൊല്ലുമ്പോൾ അവരുടെ ശബ്ദം പുറത്തേക്ക് വരില്ല, അങ്ങനെയാണ് ദിക്ർ ചൊല്ലേണ്ടത്. ഉച്ചത്തിൽ ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, പെരുന്നാൾ ദിക്റുകൾ, അതുപോലെ തന്നെ ഹജ്ജിൻ്റെ തൽബിയത്തുകൾ, അതൊക്കെ ഉച്ചത്തിൽ ചൊല്ലേണ്ടതാണ്. അല്ലാത്ത ദിക്റുകളൊക്കെ തന്നെ അവനവൻ കേൾക്കത്തക്ക വിധത്തിൽ മൗനമായി മറ്റുള്ളവരെ ശബ്ദം കേൾപ്പിക്കാത്ത രീതിയിലാണ് ഈ ദിക്റുകളെ ചൊല്ലേണ്ടത്. രണ്ടാമത്തത് വൈന്ദൽ ജനായിസ്, ജനാസയുടെ സമീപത്ത് സ്വഹാബത്ത് ശബ്ദം ഉയർത്തൽ വരുത്തിയിരുന്നു. മൂന്നാമത്തത് വൈന്ദൽ ഖിതാലി, യുദ്ധം നടക്കുന്ന സമയത്തും സ്വഹാബത്ത് ശബ്ദം ഉയർത്തൽ വെറുത്തിരുന്നുവെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ജനാസ വഹിച്ചു പോകുന്ന സമയത്ത് ദിക്റുകളോ സ്വലാത്തുകളോ ഖുർആൻ പാരായണമോ ഒന്നും പാടില്ല. മൗനമായി ഈ ജനാസ, ഈ മയ്യത്ത് അനുഭവിക്കാൻ പോകുന്ന മരണാനന്തര കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അങ്ങനെയാണ് ജനാസ കൊണ്ടുപോകേണ്ടത് എന്നാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ ജനാസ പള്ളിയിൽ കൊണ്ടുപോയി നേരത്തെ ജനാസ നിസ്കാരത്തിൻ്റെ സമയം നിശ്ചയിച്ച് 1/2 മണിക്കൂർ മുമ്പൊക്കെ പള്ളിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് മൂല്യന്മാർ നിങ്ങളെല്ലാവരും നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലണമെന്ന് പറഞ്ഞിട്ട് ജനാസ മുമ്പിൽ വെച്ചുകൊണ്ട് ഉച്ചത്തിൽ തഹ്ലീൽ ചെല്ലുന്ന ഒരു സമ്പ്രദായം കണ്ടുവരുന്നു. പല നാട്ടിലുമുണ്ട്. ഓരോ ഇല്ലാത്ത കാര്യങ്ങൾ മതത്തിലേക്ക് കടത്തിക്കൂട്ടുകയാണ്. ഇത് നമ്മൾ തുറന്നു പറഞ്ഞാൽ വഹാബികളെന്ന് വിളിക്കും. ഈ അടുത്ത് കാസർഗോഡ് നടന്നൊരു പരിപാടിയിൽ ഉബൈദുള്ള സഅദി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഷിയാക്കന്മാരെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീനിൽ ഈ പണ്ഡിത വിഭാഗം ആളുകൾ പൗരോഹിത്യം കടത്തിക്കൂട്ടിയ ഓരോ കാര്യങ്ങൾ എണ്ണി പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നത് ജനാസയുടെ മുമ്പിൽ വെച്ചിട്ട് ചെല്ലുന്ന ഈ ദിക്റുകൾ അതൊക്കെ മതത്തിൽ കടത്തിക്കൂട്ടിയതാണ്. അദ്ദേഹം പറയുന്ന ആ ഭാഗവും കൂടെ
നമുക്കൊന്ന് കേട്ടിട്ട് അവസാനിപ്പിക്കാം. അതുകൊണ്ട് ജനാസ വഹിച്ചു പോകുന്ന സമയത്ത് മൗനമായി പോവുക എന്നതാണ് പ്രവാചകന്റെ ചര്യ. അതാണ് നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ജനാസ മുമ്പിൽ വെച്ചുകൊണ്ട് അധിക പ്രസംഗവും വിഷയാവതരണവും. സുബ്ഹാനല്ലാഹ്. ജനാസ മുമ്പിൽ വെച്ചുകൊണ്ട് അധിക പ്രസംഗം വിഷയാവതരണം വജ്ജഹത്ത് പോലും മത്ലൂബല്ല. മയ്യിത്ത് നിസ്കാരത്തിൽ എത്രയും പെട്ടെന്ന് മൂപ്പറെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനാവുണ്ട്. അവിടെയാണ് ഇവൻ്റെ കഴിവ്. സുഹൃത്ത് മർദൂഖ് സഅദി ഒരു അനുഭവം കൂടി പറഞ്ഞു. എന്താ, ഒരു പയങ്ങാടി സ്ഥലത്ത് ജനാസ വെച്ചിട്ട് അക്രമ വൈത്തും പാടാൻ തുടങ്ങി. ഫുഖാക്കൾക്ക് അന്യമായ കാര്യമാണിത്. മട്ടന്നൂർ പള്ളി, ഞാൻ എൻ്റെ ഉപ്പയുടെ ഇടപെടൽ എന്ന് പറഞ്ഞല്ലോ, മട്ടന്നൂർ പള്ളിയിൽ ജനാസ കഴിഞ്ഞ് ആ സ്ഥലത്ത് പ്രധാന ഭക്തൻ 100 തഹ്ലീൽ ചെല്ലണം. തഹ്ലീൽ ചെല്ലാൻ തുടങ്ങിയപ്പോൾ ഉപ്പ വന്നിട്ട്, എടുക്കട മയ്യത്ത്, എൻ്റെ തഹ്ലീൽ എൻ്റെ അവിടെ പോയി ചെല്ലിയാൽ മതി. ഇതാണ് പറഞ്ഞ പിതാവിൻ്റെ സമീപനം. പിന്നെ ചിന്തിക്കേണ്ട വിഷയമാണ്, നാട്ടിൽ എൻ്റെ മഹല്ല് കളറോട് അത്താഴത്തിന് ഒരു പരിപാടി ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഉണ്ട്. മൈക്കിൽ സലാത്തും ബൈത്തും ചൊല്ലിയിട്ട് ആളെ എഴുന്നേൽപ്പിക്കുക എന്നുള്ളത്. എൻ്റെ ഉപ്പാൻ്റെ മരണശേഷം ഉപ്പാൻ്റെ പേരിൽ ഞാൻ കളകെട്ടി പറയില്ല, നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാവില്ല. ഖത്തീബിനെ വിളിച്ചിട്ട് പറഞ്ഞു, വേണ്ട കേട്ടോ, മറ്റുള്ളവർക്കും കിടന്നുറങ്ങണം, വേറെയും ഒരു സമൂഹങ്ങളുണ്ട് ഇവിടെ, അതുകൊണ്ട് നിങ്ങൾ ഇമാതിരിയൊന്നും ആവർത്തിക്കാൻ പാടില്ല. നിർത്തി. ഇന്നിപ്പോൾ റബീഉൽ അവ്വൽ 12 നോക്കുക. ഓക്കെ, ഞങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഞങ്ങൾ മൗലിദ് ചെല്ലുന്നുണ്ട്, അതും ശരി തന്നെ. എന്തിനാ കൂട്ടരെ ഈ മൈക്ക്? ആർക്ക് വേണ്ടിയിട്ടാണ് സ്പീക്കർ? എന്തിനാണ് ഒരു വലിയ ജഗവുക? എന്തിനാണ്? ഇതിൻ്റെ സൈഡ് എഫക്റ്റോ വകാന ശർറുഹു മുസ്തസീറ, ദൂരവ്യാപകമാണ്. ഇനിയിപ്പോൾ ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യം നിർത്തുകയാണ്. തറാവിയിൽ ഇനിയിപ്പോൾ സുഹൃത്ത് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ആക്കൊരാവേശത്തിന് വേണ്ടി ഫാത്തിഹ കഴിഞ്ഞിട്ട് ബുർദ നടപ്പിലാവുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നും പറഞ്ഞ് ബുർദ എന്ന് ആർക്കും ഓർക്കും വരൂല. തറാവിയിൽ അതിശയോക്തിയല്ല, കടന്നു കയറ്റം, അധിനിവേശം ഇവനെ പലരും വർദ്ധിച്ച് വരുന്ന ഒരവസ്ഥയിലാണ് ചിന്തിക്കുന്നത്. ഇതുപോലെ മുസ്ലിയാക്കന്മാർ തുറന്നു പറഞ്ഞാൽ കുറേ ബിദ്അത്തുകളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമൊക്കെ ഈ സമുദായത്തിൽ നിന്ന് നമുക്ക് ഉന്മൂലനം ചെയ്യാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.